5 or 6 വയസ്സുള്ള തന്റെ മകളെ ചൂണ്ടിക്കാണിച്ച് നാളെ ഇവൾ മറ്റൊരു വീട്ടിൽ കയറി ചെല്ലേണ്ടവളാണ്, അതുകൊണ്ട് അവളെ ഇപ്പോഴേ ഞാൻ ക്ലീനിങ്ങും അടുക്കള പണിയും പഠിപ്പിക്കുന്നുണ്ട് എന്ന് വലിയ അഭിമാനത്തോടെ പറയുന്ന ഒരു സെലിബ്രിറ്റിയെ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രശസ്തമായ ഒരു TV പ്രോഗ്രാമിൽ കണ്ടു. പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ളവളാണ്, അവിടുത്തെ അടുക്കള പണി ചെയ്യാനുള്ളവളാണ്. ജീവിതത്തിൽ എന്തൊക്കെയായി തീർന്നാലും ഒരു സ്ത്രീയുടെ മെയിൻ ഐഡന്റിറ്റി എന്നത് ക്ലീനിങ്ങും അടുക്കള പണിയും അറിയാവുന്ന ഒരു വീട്ടമ്മയാണ് എന്നതൊക്കെ കയ്യടി കിട്ടുന്ന, വലിയ അംഗീകാരം കിട്ടുന്ന ഒരു പൊതുബോധം തന്നെയാണ് നമുക്കിടയിൽ ഇപ്പോഴും. പ്രത്യേകിച്ച് അത് പറയുന്നത് ഒരു സെലിബ്രിറ്റിയോ മറ്റോ ആണെങ്കിൽ, അതൊരു സ്ത്രീ കൂടിയാണെങ്കിൽ അത് അവരുടെ എളിമയായും ഉയരങ്ങളിൽ എത്തിയിട്ടും സംസ്കാരം മറക്കാത്ത വലിയ മനസ്സായുമൊക്കെ സാധാരണക്കാർക്കിടയിൽ വായിക്കപ്പെടുകയും ചെയ്യും. ഭൂരിപക്ഷത്തിന്റെ കയ്യടിയും അംഗീകാരവും ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ് അഭിനേതാവ്, സെലിബ്രിറ്റി എന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്തുന്ന ഇത്തരം ചില പ്രസ്താവനകൾ അവസരം കിട്ടുന്നിടത്തൊക്കെ അതിന്റെ ആഫ്റ്റർ എഫക്ട് പോലും നോക്കാതെ തട്ടിവിടുന്നവർ ഒരുപക്ഷെ ജീവിതത്തിൽ അങ്ങനെ ആകണമെന്നുമില്ല. സ്വന്തം ജീവിതത്തിലും സ്വന്തം കരിയറിലും ഒരു സാധാരണ മലയാളി പെൺകുട്ടിക്കുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം കിട്ടുകയോ അല്ലെങ്കിൽ നേടിയെടുക്കുകയോ ചെയ്ത സ്ത്രീകളിൽ ചിലരെങ്കിലും ഒരവസരം കിട്ടുമ്പോൾ വളരെ പിന്തിരിപ്പനായി പൊതുബോധത്തെ തൃപ്തിപ്പെടുത്തി സംസാരിച്ച് പ്രേക്ഷക പ്രീതി നേടിയെടുക്കാൻ ശ്രമിക്കുന്ന കാഴ്ച ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ത്രീകളായാൽ അറപ്പ് പാടില്ല എന്നത് മുതൽ സ്ത്രീവിരുദ്ധമായ പല പല വാചകങ്ങളും പല സെലിബ്രിറ്റികളിൽ നിന്നും വന്നിട്ടുണ്ട്. അങ്ങനെയൊരു സ്ത്രീ സങ്കല്പം അവരുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കാതിരിക്കുകയും എന്നാൽ പൊതുവെയുള്ള കണ്ടീഷനിങ് കാരണം അതിനോടുള്ള ഒരു ആരാധന നിലനിൽക്കുകയും ചെയ്യുന്നതായിരിക്കാം അവരങ്ങനെ പെരുമാറുന്നതിന്റെ മറ്റൊരു കാരണം. പൊതുവെ നമ്മുടെ നാട്ടിൽ ഈ ഒരു സ്ത്രീ സങ്കല്പം വലിയ രീതിയിൽ റൊമാന്റിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളതിനാൽ ചെറിയ പെൺകുട്ടികളിൽ പോലും അത് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒരു ടിപ്പിക്കൽ വീട്ടമ്മയാകാൻ ആഗ്രഹിക്കുന്ന ചെറിയ പ്രായം ഒരുവിധം പെൺകുട്ടികൾക്കെല്ലാം ഉണ്ടാകുമായിരിക്കാം. പിന്നീട് അതിലേക്ക് എക്സ്പോസ്ഡ് ആകുമ്പോഴാണ് യാഥാർത്ഥ്യം അത്ര മധുരമുള്ളതല്ല എന്ന് തിരിച്ചറിയുക. എന്നാൽ പല കാരണങ്ങളാൽ അതിന്റെ പൂർണ്ണ തീവ്രതയോടുകൂടി അത് അനുഭവിക്കേണ്ടി വരാത്തവർക്ക് ആ സങ്കല്പം മധുരമുള്ള ഒന്ന് തന്നെയായി അവശേഷിക്കുന്നുണ്ടാകാം. അതോടൊപ്പം താൻ പൊതുബോധത്തിനൊപ്പം തന്നെയാണ് എന്ന് സ്ഥാപിക്കാനും ഒരുപക്ഷെ ഇവർ ആഗ്രഹിക്കുന്നുണ്ടാകാം. കാരണം എന്തു തന്നെയായാലും സ്ത്രീകളെയും പെൺകുട്ടികളെയും അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത് നല്ല പ്രവണതയല്ല. മറ്റൊരു വീട്ടിലെ അടുക്കളപ്പണി എടുക്കാൻ മകളെ ഇപ്പോഴേ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരാൾ സ്വാഭാവികമായും അങ്ങനെ ചെയ്യാത്തതിനെ മോശമായി കാണുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വന്തമായി സർവൈവ് ചെയ്യാൻ ആവശ്യമായ സ്കിൽസ് എന്ന രീതിയിൽ കുക്കിങ്ങും ക്ലീനിങ്ങും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ജെൻഡർ വ്യത്യാസം നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പുരുഷന് അത് ആവശ്യമില്ലാതെ വരികയും സ്ത്രീകൾക്ക് അത് സ്വന്തം ഐഡന്റിറ്റിയുടെ ഭാഗമാക്കേണ്ടി വരുന്നതും ഒന്നുകൂടി എൻഫോഴ്സ് ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇപ്പോഴും കേൾക്കേണ്ടി വരുന്നതും അതിന് കയ്യടി കിട്ടുന്നതും അസഹനീയമാണ്. അതിനേക്കാൾ അസഹനീയമാണ് അത്തരം പ്രസ്താവനകളിൽ സന്തോഷിക്കുന്നവർ അതിലെ സ്ത്രീ വിരുദ്ധതയെയും മറ്റൊരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടവൾ എന്ന പ്രയോഗത്തെയും ഒക്കെ മനഃപൂർവ്വം ഒഴിവാക്കി മനുഷ്യരായാൽ കുക്കിംഗ് അറിഞ്ഞിരിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത്, ജെൻഡർ റോൾസ് അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ച് അതിൽ അഭിമാനിക്കുന്നത്, അതും ഒരു കൊച്ചുകുട്ടിയെ മുൻനിർത്തി ചെയ്യുന്നത് പൊതുജനങ്ങളിൽ സൃഷ്ടിക്കുന്ന ഡാമേജ് വളരെ വലുതായിരിക്കും. വിവാഹത്തിന് ശേഷം കരിയറിൽ ഫോക്കസ് ചെയ്യുന്നതും കുക്കിങ്ങിൽ വലിയ എക്സ്പേർട്ട് ആകാത്തതുമൊക്കെ സ്ത്രീകൾക്ക് കുറ്റബോധം തോന്നേണ്ട ഒന്നാണ് എന്ന ചിന്ത ഓൾറെഡി നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സമൂഹത്തിലേക്കാണ് വിവാഹം കഴിഞ്ഞാൽ പിന്നെ ആർട്ടിസ്റ്റ് അല്ല, വീട്ടമ്മയാണ് എന്നൊക്കെ ജനറലൈസ് ചെയ്ത് എന്തൊക്കെയോ തെറ്റായ ധാരണകളുടെ പുറത്ത് പ്രസ്താവിക്കുന്നത്. ഇപ്പോഴും പല പ്രശസ്ത അഭിനേത്രികളുടെയും പല പ്രമുഖ സ്ത്രീകളുടെയും ചിത്രങ്ങൾക്ക് താഴെ പോയി എന്തൊക്കെയായിട്ടെന്താ, വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, കുട്ടികളില്ലല്ലോ, ഇനി എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് ആകുലപ്പെടുന്ന ഒരുപാട് മലയാളികളെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ കാഴ്ചപ്പാടിൽ സ്ത്രീകൾ ജീവിതത്തിൽ വിജയിക്കുന്നത് വിവാഹം കഴിക്കുമ്പോഴും കുട്ടികൾ ഉണ്ടാകുമ്പോഴും ആ വിവാഹം സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോകുമ്പോഴുമാണ്. പുരുഷന്മാർ വിജയിക്കുന്നത് കരിയറിൽ മുന്നേറുമ്പോഴും. ഓരോ വ്യക്തിയുടെയും ജീവിത വിജയം, ലക്ഷ്യം, ഹാപ്പിനെസ് എന്നതൊക്കെ അവരവരുടെ ചിന്താഗതിക്കനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് വലിയ പാടാണ്. നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ പറയാൻ കഴിയൂ. നമ്മുടെ കുട്ടി നാളെ എന്തിലായിരിക്കണം ഹാപ്പി ആകേണ്ടത് എന്ന് നമ്മൾ കുട്ടി ജനിക്കുമ്പോൾ തന്നെ പൊതുബോധം അനുസരിച്ച് തീരുമാനിക്കുന്നത് ശരിയല്ല. സ്വന്തം കുട്ടിയെ മറ്റൊരു വീട്ടിലെ അടിമപ്പണി ചെയ്യാൻ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിൽ അഭിമാനിക്കാനായിട്ട് ഒന്നുമില്ല. ഇങ്ങനെ ചെറുപ്പം മുതലേ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും വേറെ വേറെ രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ പിന്നീട് പലതും നേടിയെടുക്കാൻ സ്ത്രീകൾക്ക് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരുന്നത്. ആണിനെ പഠിപ്പിക്കുന്നതെല്ലാം സംരക്ഷകൻ എന്ന രീതിയിലുള്ളതും പെണ്ണിനെ പഠിപ്പിക്കുന്നതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടവൾ എന്ന രീതിയിലുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. എന്നാൽ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെയൊരു പ്രസ്താവന ഒരു സെലിബ്രിറ്റി നടത്തിയിരുന്നതെങ്കിൽ അതിലൊരു തെറ്റുണ്ടെന്ന് മനസ്സിലാക്കാൻ പോലും നമ്മുടെ സമൂഹത്തിന് കഴിയുമായിരുന്നില്ല. പക്ഷെ ഇന്നൊരു ചെറിയ വിഭാഗമെങ്കിലും അതിലെ തെറ്റ് തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. അതൊരു നല്ല മാറ്റമാണ്. ആ മാറ്റത്തെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.